ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലും വെളിച്ചവും ഒക്കെ ഉണ്ട്. മഴയൊന്നും ഇല്ലാണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇന്ന്. രാവിലെ അങ്ങനെ തോന്നണ്, വൈകുന്നേരം വരെ നിൽക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പോണത് ഇന്നത്തെ വെട്ടവും വെളിച്ചമൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ വെയിലുള്ള സ്ഥിതിക്ക് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വെയിൽ കണ്ടാൽ നമുക്കുള്ള പരിപാടികളാണല്ലോ. ആറിടുക, അതായത് തോരയിടുക, പിന്നെ ഈ പരിപാടി പച്ചരി കഴുകി ഉണക്കുക. മക്കൾ പോയതിന് ശേഷം പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പരിപാടിക്ക് നിന്നത് ഞാൻ. മറ്റേത് ഈ വക പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ അതവിടെ കിടക്കും, പിന്നെ ലേറ്റ് ആവും. അവർ പോകുമ്പോൾ തന്നെ 9:30 ആവും. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചായ കുടിയൊക്കെ ഉണ്ടാവുക. ചായ കുടിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പിന്നെ ഞാൻ ഈ വക പരിപാടിക്ക് നിന്നിക്കണത് കേട്ടോ. എല്ലാം ചെയ്യണുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഇല്ലാതില്ല. പെട്ടെന്നെങ്ങാനും മഴ പെയ്താൽ പണി പാളൂലേ. എന്തായാലും വേണ്ടില്ല, കണ്ടപ്പോൾ ഒരു ഉഷാറുള്ള വെയിലാണെന്ന് തോന്നി. അപ്പോൾ കൊണ്ട് മുന്നിട്ടൊരുങ്ങിയതാണ്. എന്തായാലും വൈകുന്നേരം വരെ ആയി കിട്ടിയാൽ രണ്ടൊന്ന് കാര്യമായില്ലേ. ഇല്ലെങ്കിൽ പിന്നെ ഫാനിൻ്റെ ചോട്ടിട്ട് ഉണക്കേണ്ടി വരും, വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ അതാ അരിയൊക്കെ കഴുകി വാരി വെച്ചതാണ് വെള്ളം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ടെറസിൻ്റെ മേളിലാട്ട് ഇടൽ. ഇതിപ്പോൾ മഴ ആയ കാരണം മുകളിൽ വെള്ളമാണ്, അപ്പോൾ പിന്നെ അവിടെ കൊണ്ടിടാൻ പറ്റൂല. അപ്പോൾ മുറ്റത്ത് തന്നെ ഒരു പഴയൊരു സാധനം, മരത്തിൻ്റെ ടേബിളിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അതിൻ്റെ മേലെ തുണിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണക്കാൻ വെച്ചിരിക്കുന്നത്. വെയിലുള്ള ഭാഗം നോക്കിയിട്ടാണ് ഉണക്കാൻ വെച്ചിരിക്കുന്നത്. ഉണങ്ങി കിട്ടിയാൽ ഭാഗ്യം. പക്ഷെ ഫോണിൽ കൂടെ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴക്കാറുള്ള പോലെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ വെയിലുണ്ട്, കുഴപ്പമില്ല. എന്തായാലും അവിടെ കിടന്ന് ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങട്ടെ, നനയുകയാണെങ്കിൽ നനയട്ടെ എന്ന് പറഞ്ഞ മാതിരി അവിടെ ഇട്ട് പോന്നിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഇടയിൽ പിന്നെ നനയുകയാണെങ്കിൽ നനയട്ടെ എന്നല്ല കേട്ടോ. നനയുകയാണെങ്കിൽ നമ്മൾ ഓടിപ്പോയി എടുത്ത് വെക്കുമോ, അത് വേറെ കാര്യം. അപ്പോൾ തുടക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് കണ്ണങ്ങോട്ട് ഇങ്ങനെ പോകണുണ്ട്. എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടക്കിടക്ക് അങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധ പോകുന്നുണ്ട്. പിന്നെന്താ, തുടക്കൽ കഴിഞ്ഞിട്ട് വേറെ വലിയൊരു പണി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യാണ്ട് കുറേ ദിവസമായിക്കണേ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതിൽ മാവൊക്കെ പോയിട്ട്, ദോശമാവൊക്കെ പോയിട്ട് ആകെ ഇങ്ങോട്ട് എരപ്പയിക്കണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണമെങ്കിൽ. പിന്നെ തലേ ദിവസമായി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ, വെക്കാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര ഒരു മാതിരിയൊക്കെ കൂടിയായിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇപ്പം ഇന്നിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ എടുത്തൊന്ന് കഴുകി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റാക്കണം. ക്ലീൻ ചെയ്യാൻ നിൽക്കണതിൻ്റെ മുന്നേ വേറൊരു പരിപാടി ഞാൻ കഴിച്ച് വെച്ചതാണ് കേട്ടോ. കുറച്ച് യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ട് കല്ലുമട്ട് തിരുമ്പിയിട്ട് മെഷീനിൽ കൊടുത്തിട്ട് ഉണക്കുകയാണ്. എന്നാൽ പിന്നെ വെയിലത്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെഷീനിലിടലില്ല. യൂണിഫോം ചടിയൊന്നും പോവാത്ത കാരണം മെഷീനിലിടലില്ല, കല്ലുമ്മ തിരുമ്പലാണ്. അപ്പോൾ അതൊക്കെ തിരുമ്പി വേഗം മെഷീനിൽ കൊടുത്തിട്ട് ഉണക്കിയിട്ട് എടുത്തിടുകയാണ് തോരടാൻ. വെയിൽ പോകുമ്പോഴത്തേന് നല്ല കാറ്റുണ്ടാൽ തന്നെ അത് ഉണങ്ങി കിട്ടും, മെഷീനിലിട്ട് ഉണക്കിയതല്ലേ. അപ്പോൾ അത് വേഗം കൊണ്ടുപോയിട്ട് ആറിയിടാൻ പോവുകയാണ്, ഉണക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പരിപാടി ബാക്കി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോയത്. യൂണിഫോം ഉണക്കാൻ പോയത്. മറ്റേത് വെയിൽ പോകൂലേ, മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ആ പണിക്ക് പോയി. മറ്റേത് അവിടെ തന്നെ വെച്ച് കഴുകലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ തുടച്ച് വെച്ചിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ പാത്രത്തിലാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് കൊണ്ടിട്ടിട്ട് ഉണക്കി കഴിഞ്ഞതായിരുന്നു, മെഷീനിലിട്ട് ഉണക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയി അവിടെ ഉണക്കാനിട്ടിട്ട് പിന്നെ വന്നിട്ടാണ് പിന്നെ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പാത്രത്തിലാക്കി, ചെറിയ ഉള്ളി ഒരു പാത്രത്തിലാക്കി, അപ്പോൾ ഒക്കെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കി വേപ്പിൻ്റെ ഇലയൊക്കെ വാങ്ങിയിരുന്നു, അതൊക്കെ ഒന്ന് നനച്ച് വെച്ചത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഉണക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ച് കവറിൽ ലൂസാക്കി കെട്ടി വെച്ചതാണ്. കുറച്ച് ദിവസമൊക്കെ ഇരിക്കൂട്ടോ അത്. അപ്പോൾ ഈ പരിപാടിയും കൂടി കഴിഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ് പരിപാടി. രാവിലത്തെ പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞ്
ചോറും കറിയൊക്കെ ഞാൻ ആദ്യം ആക്കി വെച്ചതാണ്. മക്കൾ പോകുമ്പോൾ തന്നെ ചോറും കറിയൊക്കെ റെഡിയാണ്. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ സമാധാനത്തിൽ ഈ വക പരിപാടികളൊക്കെ കണ്ട് ചെയ്യാനായി. അപ്പം ഇതും കൂടി അതിൻ്റെ ഉള്ളിലാണ്ട് ഫ്രിഡ്ജിലാണ്ട് കയറ്റി സെറ്റാക്കി വെച്ചാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അടുക്കള ഒന്ന് അടിച്ചു വാരി തുടച്ച് ക്ലീനാക്കിയിട്ടാൽ ഇന്നത്തെ പരിപാടി സെറ്റാണ്. പിന്നെ കുറച്ച് വിറക് ചകിരിയൊക്കെ വെയിലത്തിടാനുണ്ടായിരുന്നു. ഒക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ചൂട് തട്ടിയതിൽ പെട്ടെന്ന് കത്തി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വെയിലത്തെടുത്തിട്ടിരുന്ന് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി മഴ പെയ്താൽ പച്ചരി എടുക്കാനും തുണി എടുക്കാനും ചകിരി എടുക്കാനും ഒന്നായിട്ട് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നാളത്തെ ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് ഞാൻ കുറച്ച് ചകിരിയൊക്കെ ഉണക്കാനിട്ടിരുന്നു. ഒന്ന് ചൂട് തട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയിട്ട് തന്നെ കിടക്കുന്നത്. പക്ഷെ ഒന്ന് ചൂട് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. മഴ പെയ്തിട്ട് ഇങ്ങനെ തണുപ്പ് പിടിച്ചിട്ട് കത്തിക്കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് നോക്കി പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അകത്ത് കണ്ട് കയറാന്നുള്ള ലെവലിലാണ്. അപ്പോഴേക്കും എൻ്റെ തുണികളൊക്കെ ഒരു വിധം ഉണങ്ങി കിട്ടിയിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ എടുത്ത് പിന്നത്തെ 2-3 ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അതും കുറച്ചും കൂടെ നല്ല വെയിൽ ചൂടായപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഉണങ്ങിയ തുണികളൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്തിട്ടാണ്. എടുത്തിട്ട് പിന്നെ പച്ചരി ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ അത് ഒന്ന് ശരിക്കും ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിഭാഗമൊക്കെ ഒന്ന് മേലക്ക് ഇതായിട്ട് വെയിൽ തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചിക്കി കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കാനുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും കൂടെ ചെയ്യാം മറക്കല്ലേ.